രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ നിശാചരന്മാരായിട്ടുള്ളവരും അനാചാരികളും അസാന്മാർഗികളും കൂടി നിൽക്കുന്നിടത്തേക്ക് കാലഭൈരവൻ്റെ അനുഗ്രഹമുള്ള ഒരാൾ പോയി നിന്നാൽ അവരെല്ലാം അവിടുന്ന് അപ്പോഴേ പോകും. കാലഭൈരവൻ്റെ സാന്നിധ്യം ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് വംശീയ കലാപങ്ങളോ കൊലപാതകങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഭരണാധികാരികൾ കാലഭൈരവനെ പൂജിക്കുന്നത് നല്ലതാണ്, രാഷ്ട്രീയക്കാർ. പക്ഷെ അവിടെയൊക്കെ അനീതിക്ക് നമ്മൾ കൂടുതൽ കുടപിടിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അനീതിയുടെയും അക്രമങ്ങളുടെയും വലിയ വലിയ കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉപാസിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇതിനൊക്കെ എതിരായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മൂർത്തി എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാലഭൈരവനെ പൂജിച്ചു കഴിഞ്ഞാൽ ഈ അനീതി അക്രമം എല്ലാം മാറും. കാലഭൈരവൻ്റെ കൂടെ ഒരു പട്ടിയുമുണ്ട്. ശിവൻ്റെ ഒരു ഭാവമാണ്. ഇപ്പോൾ ഈ നമ്മളൊരു 8 ഭാവങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ സൂക്ഷ്മമായിട്ട് ഇപ്പോൾ നിലവിൽ പറയുന്നെങ്കിലും പുരാതന തന്ത്രയിൽ ഇപ്പം നിലവിൽ നിൽക്കുന്നതല്ല. ഇപ്പോൾ കേരളത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിബറ്റിലും ഉത്തരേന്ത്യയിലും ഒക്കെ നിൽക്കുന്ന കുറച്ച് രഹസ്യ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഭൈരവന് ഒരുപാട് ഭാവങ്ങളുണ്ട്. അതിൽ കാലഭൈരവന് തന്നെ പല ഭാവങ്ങൾ, അതിൽ ആചാരങ്ങളും വ്യത്യാസമുണ്ട്. അത് സാത്വികമായ ആചാരത്തോടു കൂടി കാലഭൈരവനെ കണ്ടാൽ മതി. കാലഭൈരവനെ പൂജിച്ചാൽ പ്രധാനമന്ത്രി തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി പദം സ്വീകരിച്ച അവസാനം കാലഭൈരവനെ പൂജ ചെയ്തുകൊണ്ടാണല്ലോ. കാലഭൈരവനെ പൂജിച്ചു കഴിഞ്ഞാൽ ഈ വംശീയ കലാപങ്ങളും കൊലപാതകങ്ങളും ഒക്കെ മാറ്റാനൊക്കും. അത് കാലഭൈരവനെ പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ആ ഒരു ദേശത്തുണ്ടെങ്കിൽ തന്നെ അവിടെ കലാപങ്ങൾ മാറും. ആരുമില്ലാതെ പോകുന്നതാണ് കുഴപ്പമായിട്ടിരിക്കുന്നത്. പിന്നെ കാലഭൈരവന് പ്രധാനമായിട്ടുള്ളത് ഒരു രഹസ്യമാണത്. പട്ടിയെ വളർത്തുക. കാലഭൈരവൻ്റെ കൂടെ ഉണ്ടല്ലോ പട്ടി, എപ്പോഴും പട്ടിയെ വളർത്തുക. നല്ല പട്ടിയെ തിരഞ്ഞെടുക്കണം. അത് ഈ നാടൻ പട്ടിയും വിദേശ പട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ പട്ടിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ സാധാരണ ആരും പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങളാണ്, പുറത്ത് പറയാത്ത രഹസ്യങ്ങളായി പറയുന്നത്. പകൽ ഉറങ്ങുന്ന പട്ടിയെ ആണ് ഏറ്റവും ശ്രേഷ്ഠം. പണ്ടത്തെ പട്ടികളെല്ലാം പകൽ ഉറങ്ങും, രാത്രി ഉണർന്നിരിക്കും. പകൽ ഉണർന്നിരിക്കുന്ന പട്ടികൾ ശരിയല്ല. പകൽ ഉറക്കവും രാത്രി ഉണർന്നിരിക്കുന്നതുമായ പട്ടികളാണ് ഉത്തമ നായ്ക്കൾ. ഇവയെ തിരഞ്ഞെടുത്തിട്ട് വളർത്തുന്നത് നല്ലതാണ്. കാലഭൈരവൻ്റെ ഒരു പ്രഭാവം അവിടെ ഉണ്ടാകും. 2, ഉത്തമ പട്ടിയെ തിരഞ്ഞെടുക്കാൻ വേറൊരു ടെക്നിക്സ് ഉണ്ട്. ശകലം നറുവെണ്ണ, അപ്പോൾ കടഞ്ഞ വെണ്ണ വെച്ച് കൊടുക്കുക. അത് നക്കുന്നു എങ്കിൽ, സാധാരണ ഗതിയിലുള്ള പട്ടിയല്ലത്, അതിന് ശ്രേഷ്ഠതയുണ്ട്. മനുഷ്യരിൽ തന്നെ ശ്രേഷ്ഠരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തരായ മനുഷ്യരുണ്ട്. സാത്വികർ, രജോ ഗുണപ്രധാനികൾ, തമോ ഗുണപ്രധാനികൾ, ഇവയുടെ 3ഉം പരസ്പരമുള്ള അനുപാതത്തിലുള്ള ആളുകൾ, വ്യത്യസ്തരായ ആളുകൾ. അങ്ങനെ അനേകമായിട്ടത് തീരുകയാണ്. അതുപോലെ തന്നെ ഈ മൃഗങ്ങളിലും ഉണ്ട്. ഇവയ്ക്ക് നമ്മൾ നറുവെണ്ണ കൊടുത്താൽ അത് തൊടത്തില്ല. നായ്ക്ക് നറുനെയ്യ് പിത്തം എന്ന് പണ്ടുള്ളവർ പറയും. അതിഷ്ടമല്ല. പക്ഷെ അത് ചില പട്ടികൾ അത് ആഹരിക്കും, കഴിക്കും. എങ്കിലത് നല്ല പട്ടിയാണ്. അതുമൊത്തില്ല എങ്കിൽ നറുവെണ്ണ മാറ്റിയിട്ട് നറുനെയ്യ് കൊടുക്കണം. ആ വെണ്ണ ഉരുക്കി വെച്ചൊന്ന് കൊടുത്ത് നോക്കണം. നക്കുന്നുവെങ്കിൽ, അത് നക്കി ഇറക്കുന്നുവെങ്കിൽ ശ്രേഷ്ഠ പട്ടി. ഇങ്ങനെയുള്ളതിനെ ഏതിനെങ്കിലും ഒന്ന് വീട്ടിൽ വളർത്തുന്നത് നല്ലതാണ്. അപ്പോൾ ഈ കലാപങ്ങൾ ഒത്തിരി കുറയുന്നതിനിടയാക്കും. പിന്നെ കാലഭൈരവൻ്റെ മന്ത്രമുണ്ട്, കാലഭൈരവാഷ്ടകം ജപിക്കുന്ന ഉത്തമമാണ്. പിന്നെ കാലഭൈരവന് പറഞ്ഞിരിക്കുന്നതായ ഒരുപാട് കാര്യങ്ങളുണ്ട്, രഹസ്യ യോഗങ്ങളും ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതെല്ലാം നമ്മൾ ചെയ്യുന്നത്, അനുഷ്ഠിക്കുന്നത് വളരെ വിശേഷമാണ്. കാലഭൈരവൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ഇപ്പോഴുണ്ടോ, ഭൂമിയിൽ ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ ഈ സൗരയൂഥത്തിൽ ഏതെങ്കിലും ഗ്രഹങ്ങളിലാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൗരയൂഥത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലാണോ കാലഭൈരവൻ്റെ ഇപ്പോഴത്തെ പ്രഭാവം എന്നൊക്കെ നമുക്ക് കുറച്ചൊക്കെ അനുമാനിക്കാനൊക്കെ സാധിക്കും. നിരവധി സൗരയൂഥങ്ങളെക്കുറിച്ച് വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കാലഭൈരവൻ്റെ ഏത് ഭാഗത്താണോ പ്രഭാവം ഉള്ളത് അതിലെ ഇവിടേക്ക് ആകർഷിക്കുക. കാലഭൈരവൻ നിരവധി ആളുകൾ ചെയ്യണം എങ്കിൽ ഗുണമാണ്. കാലഭൈരവൻ്റെ സാന്നിധ്യം ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗത്ത്
വംശീയ കലാപങ്ങളോ കൊലപാതകങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കേരളത്തിലിപ്പോൾ കാലഭൈരവന്റെ ക്ഷേത്രങ്ങളുണ്ടോ? വളരെ കുറവാണ്. ഇനിയും ചില കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് നെറ്റിലൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. എവിടെയൊക്കെയോ ഉണ്ട്. വടക്കൻ കേരളത്തിലുണ്ട്. തെക്കൻ കേരളത്തിലെന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയിൽ മണ്ണടിക്കടുത്ത ഒരു ക്ഷേത്രം ഉള്ളതായിട്ട് എനിക്കറിയാം. കാലഭൈരവന് വിളക്ക് കൊളുത്തുന്നതിനൊക്കെ പ്രത്യേകതയുണ്ട്. തമിഴ്നാട്ടിലുണ്ട് കാലഭൈരവന് പൂജകൾ. അവിടെ ഈ പൂശനിക്ക ഈ കുമ്പളങ്ങ മുറിച്ചിട്ട് തുറന്നിട്ട് ആ മാതളം എന്ന് പറയില്ല, അകത്തെ അരിയെല്ലാം കൊണ്ടിരിക്കും. അകത്തെ മൊത്തം മാംസം കളയില്ല. മാതളം എന്ന് പറയും. മാതള നാരങ്ങ അല്ലാതെ മാതളം എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അകത്ത് അരിയും വസയെല്ലാം കൂടെ ചേരുന്ന ഭാഗം, അതെല്ലാം കൂടെ ആ ഭാഗം മാത്രം തുരന്നിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തുക അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് വിളക്ക് കൊളുത്തുന്ന ഒരു വഴിപാടുണ്ട്. അത് വളരെ ഇന്ന് കൂടുതൽ ആചരിക്കുന്ന ഒരു വഴിപാടായിട്ട് കാണുന്നില്ല. തമിഴ്നാട്ടിൽ ചിലയിടത്തുണ്ട്. പക്ഷേ നമ്മൾ വളരെ പുരാതനമായ ഇപ്പോൾ ഈ ജ്യോതിഷത്തിൽ ട്രഡീഷണൽ ജ്യോത്സ്യൻ പാരമ്പര്യ ജ്യോത്സ്യന്മാർ അവരുടേതായ കുറേ ഗ്രന്ഥങ്ങളുണ്ട്. മണിപ്രവാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ രചിച്ചു വച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അവയുടെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇത്തരം പ്രയോഗങ്ങൾക്കൊക്കെ പ്രാധാന്യം കാണാം. അത് തമിഴ്നാട്ടിലും ഉണ്ട്, ചിലയിടത്തൊക്കെ ഉണ്ട്. ഈ കുമ്പളങ്ങ തുരന്നിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് കത്തിച്ച് വയ്ക്കുക അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കത്തിച്ച് വയ്ക്കുന്ന ഒരു പരിഹാരം പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ശാസ്ത്രീയത എന്തെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ വേറെ അനുമാനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാലഭൈരവനെ പൂജിച്ചാൽ വളരെയേറെ ദോഷം മാറും. കാലഭൈരവൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പ്രദേശമാണ് കാശി. കാശിയിൽ ഒരുപക്ഷെ കാശിയിൽ ഏറ്റവും കൂടുതൽ കലാപങ്ങൾ ഒരു കാലത്ത് നടന്നിട്ടുള്ളതാണ്. അതിനെയൊക്കെ അതിജീവിക്കാൻ ആ കാലഭൈരവൻ്റെ പ്രതിഷ്ഠയ്ക്കായിരിക്കാം സാധിച്ചിരിക്കുന്നത്. കാരണം അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവും എനർജി ലെവൽ വളരെ വ്യത്യസ്തമാണ്. പിന്നെ കാലഭൈരവനെ പൂജിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അധർമ്മികളാവരുത്. ഈ കാലഭൈരവന് പല ഭാവങ്ങൾ, ഈ ഭൈരവൻ്റെ പല സ്വഭാവങ്ങളും നമ്മൾ സാത്വികമായ ആചാരങ്ങളിലൂടെ കാലഭൈരവനെ പ്രീതിപ്പെടുത്താമെന്ന് ധരിക്കുന്നുവെങ്കിൽ അധർമ്മം നമ്മുടെ വശത്തുനിന്ന് പരമാവധി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭരണാധികാരികൾ കാലഭൈരവനെ പൂജിക്കുന്നത് നല്ലതാണ്. രാഷ്ട്രീയക്കാർ, പക്ഷേ അവിടെയൊക്കെ അനീതിക്ക് നമ്മൾ കൂടുതൽ കുടപിടിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. തിരിഞ്ഞടിക്കും ആ എനർജി ലെവൽ. ഇതൊക്കെ എനർജി ലെവൽസാണ്. തിരിഞ്ഞു വീശും, ഭയങ്കരമായിട്ട് അത് വരും. അതുകൊണ്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏത് വ്യക്തിക്കും വർഷത്തിലൊരിക്കൽ ഇതുപോലെ അക്രമങ്ങളെ നേരിടേണ്ടി വരുന്ന രംഗങ്ങളിലിരിക്കുന്നവരെല്ലാം കാലഭൈരവനെ വർഷത്തിലൊരിക്കൽ ദർശനം നടത്തുന്നത് നല്ലതാണ്. ഇതുപോലെയുള്ള ഭാഗത്ത് പോയി നമ്മൾ കാശിയിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യമേ കാലഭൈരവനെ തൊഴുതിട്ട് വേണം കാശി വിശ്വനാഥനെ തൊഴാനെന്ന് പറയും. അപ്പോൾ കാലഭൈരവന് പ്രധാനമായിട്ടുള്ള എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്താൽ ഈ കലാപങ്ങൾ സമ്പൂർണ്ണമായിട്ട് മാറും. കാലഭൈരവ പൂജയുള്ളവർ അത്തരം ദേശങ്ങളൊന്ന് പോയി ഇറങ്ങുന്നത് നല്ലത്. ഒരു വിസിറ്റിംഗ് വിസയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു ദേശം ഒന്ന് കാണാനായിട്ടെങ്കിലും ഒന്ന് പോകുന്നതല്ല. കാലഭൈരവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തിരിച്ചറിയാനൊക്കെ. കാലഭൈരവൻ്റെ ഞാൻ തന്നെ പറയുക, കാലഭൈരവൻ്റെ അനുഗ്രഹമുള്ളവർ രാത്രിയിൽ ഇറങ്ങി നടക്കണം. രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഈ പിടിച്ചുപറിക്കാർ കൂടുന്ന ഭാഗങ്ങൾ, പിന്നെ ലൈംഗിക ദുർവ്യയം നടത്തി പൈസ ഉണ്ടാക്കുന്നവർ കൂടി നിൽക്കുന്ന ഭാഗങ്ങൾ ഒക്കെ ഉണ്ടല്ലോ. അവിടെയൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഇവർ തന്നെത്താനെ പോകും. അവർക്കവിടെ നിൽക്കാനൊക്കെ ഇല്ല. അവരെല്ലാം അകന്നു പോകും, നമുക്ക് കാണാനൊക്കെ. ഇതൊരു വലിയ സംഭവമാണ്. രാത്രിയിൽ ഇറങ്ങി നടക്കുമ്പോൾ നിശാചരന്മാരായിട്ടുള്ളവരും അനാചാരികളും അസാന്മാർഗികളും കൂടി നിൽക്കുന്നിടത്തേക്ക് കാലഭൈരവൻ്റെ അനുഗ്രഹമുള്ള ഒരാൾ പോയി നിന്നാൽ അവരെല്ലാം അവിടുന്ന് അപ്പോഴേ പോകും. അതൊരു പ്രകടമായ കാര്യമാണ്. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.